നമ്മുടെ മാതാപിതാക്കളൊക്കെ പണ്ട് നമ്മളെ നമസ്കരിക്കാത്തതിൻ്റെ പേരിലൊക്കെ നമ്മൾ ഒരുപാട് വഴക്ക് പറയാറുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് ദേഷ്യം തോന്നാറുണ്ട്, എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്നൊക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവർക്കന്ന് നമുക്കതിൻ്റെ യുക്തി പറഞ്ഞു തരാൻ അവർക്കറിയില്ല. 5 നേരം നമസ്കരിക്കണം നിർബന്ധമാണ് എന്ന് നമുക്ക് പറഞ്ഞു. പക്ഷെ നമുക്കത് അറിഞ്ഞ് ചെയ്യുമ്പോൾ കൂടുതൽ എന്തായിരിക്കും അർത്ഥവത്താവും എന്നുള്ളതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അവർ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യുന്നത്? അതായത് നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ സൃഷ്ടാവിൻ്റെ വചനങ്ങൾ നമ്മൾ റിപ്പീറ്റ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് സംരക്ഷണം കൂടുതൽ ലഭിക്കുകയാണ്. അതായത് വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ 5 നേരം ബാങ്ക് കൊടുക്കുന്നതും ഓംകാരം വിളി മുഴങ്ങുന്നതും പിന്നെ ശംഖുവിളിയും. ഇതൊക്കെ എന്തിനാണ്? ശബ്ദത്തിന് ഭയങ്കര എനർജിയാണ്. അപ്പോൾ അത് നമ്മൾ പല ശബ്ദം ഉണ്ടാക്കും, നെഗറ്റീവ് ശബ്ദം ഉണ്ടാക്കും, പോസിറ്റീവായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കും. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ശബ്ദം നമ്മൾ മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കില്ല. അധികവും നമുക്ക് നെഗറ്റീവായിട്ടുള്ള ശബ്ദങ്ങളാണ് വരിക. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ശബ്ദം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് നമ്മുടെ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങളൊക്കെ, പിന്നെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യലൊക്കെ. അപ്പോൾ അത് അന്നങ്ങനെ യുക്തിപരമായിട്ട് പറഞ്ഞു തരാൻ അവർക്കറിയില്ല. അവർക്ക് നിർബന്ധിച്ച് ചെയ്യിക്കാനേ അറിയുള്ളൂ. നമുക്കന്ന് ദേഷ്യം വരുമായിരുന്നു. പക്ഷേ നമുക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ ഷീൽഡാണ് ഇത്തരം പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ ഉരുവിടുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീടാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്തായാലും ഈ ഒരു തലമുറയിൽ, അതായത് ഇൻഫോർമേഷൻസ് അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു തലമുറയിൽ ജീവിക്കാൻ പറ്റിയതിന് നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവണം. താങ്ക് യു.